Hi friends, welcome to Amaze Academy. This video we discuss PWD Irrigation Department second grade overseer draftsman post notification. Okay. So notification gazette date 1/3/2024. Okay, March 1 gazette date last date last date April 3rd. Okay, 3/4/2024 last date department Public Works Irrigation Department PWD Irrigation Department second grade overseer draftsman civil. In a pay scale, 31,100 to 66,800. Anticipated vacancies are mentioned. This is post exam list number of advisors. Okay, huge number of advisors. Details number of advisors post actually anticipated vacancies notification. In the method of appointment, direct recruitment qualifications. Qualifications mentioned in group certificates under KGT equivalent examination അതുപോലെ താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഓറായിട്ട് താഴെ തന്നിരിക്കുന്ന 8 സബ്ജക്റ്റുകളിൽ പാസ് ആവുക എന്നുള്ളത് ഏതൊക്കെയാണ് സബ്ജക്റ്റ് സർവേയിങ് ആൻഡ് ലെവലിംഗ് അപ്ലൈഡ് മെക്കാനിക്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ അങ്ങനെ ഒരു 8 സബ്ജക്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ ദ ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അങ്ങനെ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ തന്നിട്ടുള്ള ഒരു PDF-ൻ്റെ അകത്ത് കൃത്യമായിട്ട് കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ലിസ്റ്റിൽ നിന്നുള്ള സെലക്ഷനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ സോ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങളിപ്പം ബിടെക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിപ്ലോമക്കാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണോ അത് വേണം ചൂസ് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഹയർ ക്വാളിഫിക്കേഷൻ്റെ ഈ ഒരു കോളത്തിൽ നിന്ന് നോക്കുമ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അത് ചൂസ് ചെയ്താൽ മതി ഓക്കെ ഇനി നേരെ കുറച്ച് നിങ്ങളൊരു പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്താൽ മതി ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾ ഒരു ITI സിവിൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചെയ്താൽ മതി ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വെച്ച് ചെയ്താൽ മതി അതുപോലെ VHSC എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് KGT വെച്ച് ചെയ്യാം VHSCക്കാർക്ക് അതുപോലെ ഈവൻ ബിടെക് ഹോണേഴ്സ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഏത് ചൂസ് ചെയ്യാം നമുക്ക് KGT എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ PDF തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഈസിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്ന ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ ഏകദേശം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈവൻ ITI ബിടെക് ഡിപ്ലോമ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി PSCയുടെ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ 3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിട്ടാണ് അപ്പോൾ അത് മിസ്മാച്ച് ചെയ്യാതെ കൃത്യമായിട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ PWD ഇറിഗേഷൻ്റെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വന്നിട്ടുള്ളത് 24 May 2022 നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ OC 532 അഡ്വൈസ് പോയി ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ഏകദേശം 614 അഡ്വൈസ് പോയിട്ടുണ്ട് ഈ ഒരു 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അത്രയും ബൾക്കായിട്ട് അഡ്വൈസ് പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് നമ്മുടെ ഈ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ PWD ഇറിഗേഷൻ എന്ന് പറയും ഓക്കെ അപ്പോൾ അത്രയും ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് പോയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും EWS 666 വരെ പോയിട്ടുണ്ട് അതുപോലെ ഇടവ 534 വരെ പോയിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരെ എത്തി മുസ്ലിംസ് ആണെങ്കിൽ 552 വരെ പോയി ഓക്കെ അപ്പം അത്രയും നമ്പർ ഓഫ് അഡ്വൈസസ് ഈ ഒരു കാലയളവിൽ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പോയിട്ടുണ്ട് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അതുപോലെ കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ സിലബസ് വന്നിട്ടില്ല അപ്പം ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ പുതിയ സിലബസൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ നടന്ന എക്സാമിൻ്റെ സിലബസ് വന്ന സമയത്ത് റാൻഡമായിട്ടൊരു സിലബസാണ് പറഞ്ഞിട്ടുള്ളത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് അതുപോലെ ഇലക്ട്രിക് ഡയമെൻഷൻസ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ യൂഷ്വലി പഠിക്കുന്ന എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാത്തിൽ നിന്നും കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നിട്ടുമുണ്ട് ഇനി സർവേയിലേക്ക് വന്നാൽ നമ്മൾ യൂഷ്വലി പഠിക്കുന്ന കൺവെൻഷൻസ്
സർവിങ് എല്ലാം നമ്മൾ ചെയിൻ സർവിങ്ങും കോമ്പസും അതുപോലെ പ്ലെയിൻ ടേബിളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെവലിംഗ് എന്നെല്ലാം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ തവണ GPS നിന്നും ടോട്ടൽ സ്റ്റേഷനിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അറിയാം നമുക്ക്. ഓവർസിയർ സബ്ജക്റ്റുകൾക്കൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഓവർസിയർ ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് BMC എന്ന് പറയുന്നത്. സോ എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ യൂഷ്വലി പഠിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എടുത്ത് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസിന് എല്ലാം തന്നെ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ RCCയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് ടെക്നോളജിയും ഇത് മെൻഷൻ ചെയ്തിട്ട് കോൺക്രീറ്റ് ടെക്നോളജിയും വന്നിട്ടുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെയർ, ഡോർ പോലെയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരാൾ ബൈലോസ് എന്ന് പറയുന്ന ഏരിയ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് കാണാൻ പറ്റും. ബൈലോസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഓവർസിയർ എക്സാമിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എസ്റ്റിമേഷൻ. സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. അതുപോലെ ഹൈഡ്രോളിക്സും ഇറിഗേഷനും നമ്മുടെ FM നിന്നും ഇറിഗേഷനും അതുപോലെ ഹൈഡ്രോളജിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെറിയ രീതിയിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇറിഗേഷൻ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടാതെ ഓട്ടോക്കേഡ് നമ്മൾ ഓവർസിയർ എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഓട്ടോക്കേഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ നിന്നും ചെറിയ രീതിയിലൊക്കെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പോലും ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഈ ഒരു വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യം. എല്ലാവരും പെട്ടെന്ന് 3/4/2024 വരെ സമയമുണ്ട്, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൃത്യമായിട്ട് പഠിച്ച് എഴുതാൻ സാധ്യതയുള്ള ഒരു എക്സാം ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ വരുന്നവരെ, നോട്ടിഫിക്കേഷൻ വന്നു ആക്ച്വലി അതിന് കൺഫർമേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴങ്ങ് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. അങ്ങോട്ട് നേരത്തെ തുടങ്ങിയ കൃത്യടങ്ങ് തീർക്കാമെന്നാണല്ലോ. അപ്പോൾ ഞാനങ്ങോട്ട് എന്തോന്നും മറന്നിരിക്കണം. അതന്നെ എല്ലാവരും വരിക, പഠിക്കുക, അമേസിങ് ആയി.